രാജു നമ്മളെ യാത്രയിലൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഒരു ടൂർ പ്ലാൻ. യാത്രേൻ്റെ ടൂർ പ്ലാനാണോ? ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ബിസിനസ്സിൽ എന്താണ് ടൂർ പ്ലാൻ? ഓക്കെ, ബിസിനസ്സിൽ എന്താണ് ടൂർ പ്ലാൻ എന്നുള്ളതല്ലേ. നമുക്ക് ഏതൊരു ബിസിനസ്സിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻറ്റേർണൽ കസ്റ്റമർ, നമ്മുടെ സെയിൽസ് ടീമാണ്, മാർക്കറ്റിംഗ് ടീമാണ് നമുക്ക് ബിസിനസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കസ്റ്റമറാണ് നമുക്ക് റവന്യൂ കൊണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ റവന്യൂ വരുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പലപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് എക്സിബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് കസ്റ്റമർ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഒരു ടെമ്പിളിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ഷോപ്പ് ഇടുന്നു, എന്നിട്ട് പോയി പ്രാർത്ഥിക്കുന്നു, കസ്റ്റമർ വരും എന്നുള്ള എക്സ്പെക്റ്റേഷനോട് കൂടി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു എയിം സെറ്റ് ചെയ്ത് അതിന് കുറച്ച് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് അതിലോട്ട് എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്ത് ഫർദർ അത് എൻഹാൻസ് ചെയ്ത് കൂടുതൽ റിഫൈൻ ചെയ്ത് നമ്മൾ റിസൾട്ട് അതിലോട്ട് വരുത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. ഈ പ്രോസസ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് ടൂർ പ്ലാൻ എന്ന് പറയുന്നത്. യാത്രക്ക്, അതായത് നമ്മൾ ടൂറിൽ ഒരു ഗോൾ ഉണ്ടാവും, എവിടേക്കാണ് നമ്മൾ പോകുന്നതിനുള്ള ഒരു ഗോൾ ഉണ്ടാവും. ബിസിനസ്സിനുണ്ടാവണം ഇതുപോലൊരു ഗോൾ. അതെ, ആ ഗോള് എത്താൻ വേണ്ടി നമുക്ക് ഒരു പ്ലാൻ, അതെ, യാത്രയിലേക്ക് എത്താനുള്ള ഒരു പ്ലാന് അല്ലേ? ഇവിടെ ടൂർ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത്, നമുക്ക് ഏത് വാഹനം ഉപയോഗിക്കണം, നമ്മളൊരു കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ തയ്യാറാക്കണം, എന്തൊക്കെ നമ്മൾ തയ്യാറെടുപ്പിന് വേണ്ട വസ്ത്രങ്ങൾ എന്തൊക്കെ, എത്ര ദിവസത്തിനുള്ള വസ്ത്രങ്ങൾ എടുക്കണം, അതിലേക്ക് ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് പെട്രോൾ എത്രത്തോളം വേണം, നമുക്ക് സാമ്പത്തികപരമായിട്ട് എത്ര വേണം, ഫുഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ, എപ്പോഴും ഇറങ്ങിയാലാണ് നമുക്ക് തിരിച്ചെത്തേണ്ട ടൈമിലേക്ക് നമുക്ക് പിന്നെ എപ്പോഴും ഇറങ്ങേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ പ്ലാനോട് കൂടി യാത്ര ടൂർ പോവുക അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാം. ഇതുപോലെയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഗോള് സെറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ബിസിനസ്മാന്. ഈ പ്ലാന് കൂടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഗോള് എങ്ങനെയെങ്കിലും ഒക്കെ എത്തിക്കുക എന്നുള്ളതല്ല, നമ്മൾ പ്ലാൻ ചെയ്ത രീതികളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു തേര് നമ്മൾ ഇപ്പോൾ വലിക്കുകയാണ്, ഈ ഓൺടർപ്രണറും വലിക്കുകയാണ്, സെയിൽസ് ടീമും എല്ലാവരും വലിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ബിസിനസ്സിനെ. അത് ലക്ഷ്യത്തിലോട്ടെത്താൻ പല വഴികളും ഉണ്ടാവും. ഈ വഴികൾ ഒരാൾ ഇപ്പുറത്തോട്ടും വലിച്ചു, ഒരാൾ അപ്പുറത്തോട്ടും വലിക്കുമ്പോൾ അവർ ഇൻഡിവിജ്വലി ഒരു പക്ഷേ എത്തുമായിരിക്കും, പക്ഷെ ആ തേര് അവിടെ വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? ഇത് എങ്ങനെ പോകണം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതേ റൂട്ടിലൂടെ തന്നെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അത് പ്ലാൻഡ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പലതരത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല പോകുന്നത്. ലക്ഷ്യം എത്തിയില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം, നമുക്ക് സെയിൽസ് ടീം ഉണ്ട്. ഈ സെയിൽസ് ടീം ഈ മാസം അവസാനം എത്തുമ്പോൾ നമ്മുടെ എയിം ഇതാണ്. ആ എയിമിലോട്ട് എത്തിക്കേണ്ട വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്നിപ്പോൾ ഈദാണ്, ഇന്ന് ഹോളിഡേ ആണ്. ഇന്നത്തെ ദിവസത്തെ ബിസിനസ് കോമ്പൻസേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരിക്കണം. അതെ, അതായത് ഒരു ദിവസം നമ്മളെ പ്ലാനിൽ നിന്ന് ഇല്ല, അതിന് പകരം മറ്റു ദിവസങ്ങളിൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അത് ഇന്നല്ല നമ്മൾ അറിയേണ്ടത്. അപ്പോൾ രാജ്, നമ്മൾ ഗോള് സെറ്റ് ചെയ്യുന്നത് മാത്രമാണോ ബിസിനസ് ഓണർ ചെയ്യേണ്ടത്? അതിലേക്കുള്ള വഴി വെട്ടേണ്ടതും അതിൻ്റെ ടൂറിൻ്റെ പ്ലാൻ ചെയ്യേണ്ടത് ടീമാണോ? അത് നമ്മളുടെ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തേണ്ട പാത എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ നമ്മുടെ കൾച്ചർ, ഓഫീസിൻ്റെ കൾച്ചർ, എത്തിക്സ്, പോളിസീസ്, ഇതൊന്നും ബ്രേക്ക് ചെയ്യാതെ വേണം നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു പാത്ത് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ ഈ പോളിസീസും കൾച്ചറും എത്തിക്സും ഒന്നും ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് മാനേജ് ചെയ്യുന്ന മാനേജേഴ്സിന് നിങ്ങൾക്കൊരു പാത അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ ജോബാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുക. അത് എങ്ങനെയെങ്കിലും അല്ല. അതെ, ബിസിനസ് ഓണർ ക്രിയേറ്റ് ചെയ്യുന്ന ഗോളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ആകെ മൊത്തം പറയാം. ഇന്ന വാഹനം ഉപയോഗിക്കണം, ഇന്ന വഴി പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ കൃത്യമായി ഒരു ചെറിയ മൈന്യൂട്ട് ക്ലാരിറ്റി പ്ലാൻ ചെയ്യേണ്ടത് ടീം തന്നെയാണ്. ഇതിൻ്റെ പ്രൊപ്പോസൽ വെക്കേണ്ടതും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്തിലോട്ട് എത്താൻ കഴിയും എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ
ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വരും, അത് നമ്മളുടെ പ്ലാനിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ടീം വരുന്നത് ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഒരു പക്ഷേ ബിസിനസ് ഓണർക്ക് ഇത് അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അൾട്ടിമേറ്റ്ലി ഈ ഓണർ ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ കാഴ്ചകൾക്ക് അതീതമായിട്ടാണോ അത് പോകുന്നത്, അല്ലെങ്കിൽ ബിയോണ്ട് എൻ്റെ കേപ്പബിലിറ്റിക്ക് അതീതമായിട്ടാണോ അത് പോകുന്നത്, അതോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇതെന്നെ അതിലോട്ട് എത്തിക്കാൻ സാധിക്കുമോ, ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതൊക്കെ അവിടെ ഓണർ ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത വെട്ടിത്തെളിക്കേണ്ടതും പാത എന്തെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് ടീമിന് വിട്ടുകൊടുക്കുക. കാരണം നമ്മളെക്കാളും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയാൻ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം എന്നില്ല ശരിയായ രീതി. അതിലും ബെറ്റർ ആയിട്ടുള്ള വേസ് നമുക്ക് എപ്പോഴും ടീമിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ടീം എടുത്ത് ചെയ്യുമ്പോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ അതിലോട്ട് എത്തിക്കണം. അത് മാത്രമല്ല രാജു, ഇത് ഒരു തോട്ട് മാത്രമാണ് ഒരു ഓണറുള്ളതോ അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിൻ്റെ കൂടി ഉണ്ടാവും, 1, 2, 3 പേരുണ്ടാവും. ഇത് ടീം മൊത്തം ചിന്തിക്കുമ്പോൾ ഒരു വലിയൊരു കളക്റ്റീവ് ഡിസിഷൻസും കളക്റ്റീവ് തോട്ട്സും അതിനകത്തുണ്ടാവും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത വേകൾ അവിടെ ഓപ്പൺ ചെയ്യാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൂർ പ്ലാൻ തയ്യാറാക്കേണ്ടത് ഒന്നും കൂടെ ഡെപ്തിൽ ക്ലാരിറ്റിയോടെ തയ്യാറാക്കേണ്ടത് ടീം തന്നെയാണ്. ടീമിൻ്റെ മുമ്പിൽ നമുക്ക് വലിയ ഗോളുകൾ കാണിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന് ഈ മാസം നമ്മൾ ഇവിടേക്കാണ് എത്താൻ ഉദ്ദേശിക്കുന്നത്, ഈ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്നോടത്തേക്ക് എത്തും, ഇന്നതൊക്കെയാണ് നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു വിഷണറി ആയിരിക്കണം ബിസിനസ് ഓണർ. അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെത്തിക്കുക എന്നുള്ളത് ടീമിൻ്റെയും കൂടെ കടമയാണ്. ഇനി നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയൊരു ടൂർ പ്ലാൻ അതിപ്പോൾ പല ബിസിനസ്സിൽ പല രീതിയിലാണ് ചെയ്യുന്നത്. 1 മാസത്തിന്റെ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, വീക്ക്ലി ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 3 മാസത്തിന്റെ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, പിന്നെ 6 മാസം 1 വർഷത്തിന്റെ ടൂർ പ്ലാൻ. ഇതെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. കമ്പനികൾ ആഴ്ചകളിൽ ടൂർ പ്ലാൻസ് ഉണ്ട്, മാസത്തിലെ ടൂർ പ്ലാൻസ് ഉണ്ട്, 3 മാസം കൂടുമ്പോഴുള്ള പ്ലാൻസ് ഉണ്ട്, 6 മാസം 1 വർഷത്തേക്ക് നമ്മൾ എന്താണെന്നുള്ള ഫോർകാസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് ഓണേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലാൻ വേഴ്സസ് ആക്ച്വൽ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും റിവ്യൂ നടക്കാറില്ല. റിവ്യൂ നടക്കുന്ന എപ്പോഴാണ്? ആ അവസാന ദിവസം അടുത്ത മാസത്തെ ടൂർ പ്ലാനൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സമയത്തുമ്പോഴാണ് നമ്മൾ റിവ്യൂ ചെയ്യുക. അങ്ങനെയല്ല വേണ്ടത്. ടൂർ പ്ലാൻ എപ്പോഴും റിവ്യൂ ചെയ്തിരിക്കണം. ടൂർ പ്ലാനിൽ മാറ്റങ്ങൾ സംഭവിക്കാം. മാറ്റങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിലും ബെറ്റർ ആയിട്ടുള്ളൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിലോട്ട് മാറ്റങ്ങൾ കൊച്ചു മാറ്റങ്ങൾ വന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ടൂർ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ടൂർ പ്ലാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ മൈൻഡിൽ പ്ലാൻ ചെയ്യും പോരാ, കൃത്യമായി എഴുതി വെക്കണം, പേപ്പർ എടുത്ത് എഴുതണം. മൈൻഡിലെ പ്ലാനിനെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടേ അല്ല. അത് എല്ലാവരും തോന്നിയ പോലെ ചെയ്യുന്നു, മാറി അറിയും കൂടിയില്ല മൈൻഡിലെ പ്ലാൻ. നേരെ മറിച്ച് ഒരു ബുക്ക് എടുത്ത് എഴുതി കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ച സാധനമാകുമ്പോൾ എവിടേക്കാണ് നമ്മളെ വഴി തെറ്റിയത്, എവിടേക്കാണ് വഴി തെറ്റിക്കേണ്ടിയിരുന്നത് അത് മനസ്സിലാവും. ചിലപ്പോൾ വഴി തെറ്റിക്കേണ്ടി മിസ്റ്റേക്കുകളും അതിൽ ക്ലിയർ ആവും. ഹനീഫിക, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എഴുതിയാലും പോരാ, നമുക്കിത് നമ്മുടെ ടീമിന് കൊടുക്കേണ്ടതാണ് അല്ലേ? ഈ പ്ലാൻ നമ്മൾ ടീമിലൂടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആര്? ഈ മാനേജേഴ്സ് ഇത് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ടീമിൻ്റെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്ത് അവരെ കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ടൂർ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം മാസത്തിലൊരിക്കൽ നമ്മൾ ഒരു മാസം നെക്സ്റ്റ് മന്തിലെ ടൂർ പ്ലാൻ എന്താണ് എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഈ മാസം ഒരു 25 കൂടി നമ്മൾ പ്ലാൻ തയ്യാറാക്കി നമ്മളുടെ സുപ്പീരിയേഴ്സ് ആരാണോ അവരുടെ മുന്നിൽ ഒരു PPT പോലെ ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസ് ഇന്നതാണ്, ഈ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് ഇത്രയുമാണ്, ഇതിൻ്റെ റവന്യൂ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PPTയിൽ ഇത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. അടുത്തത് ഇതേ പ്രസൻറ്റേഷൻ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഓണേഴ്സിനോ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനോ അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും. ആ കാഴ്ചപ്പാടുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് സംശയങ്ങളുണ്ടാവും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെൻസ് കൂടില്ലേ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ടിലോട്ട് വരുമോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കൺവിൻസ് ചെയ്യേണ്ടത് നമ്മുടെ മാനേജേഴ്സിൻ്റെ അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ കൺവിൻസ്ഡായി അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇത് ടീമിലോട്ട് എത്തിക്കുകയും ചെയ്യേണ്ടത് മാനേജേഴ്സാണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൂർ പ്ലാൻ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അത് റിവ്യൂ ചെയ്ത് അതാത് റിസൾട്ട്സ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
നമ്മൾ ഒരു ടൂർ പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഓരോ ദിവസവും ഇത്രയെന്ന് പറയുന്നത്. കഴിയുന്നതും നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് എക്സീഡ് ചെയ്യാൻ നമുക്ക് പോസിബിൾ ആണെങ്കിൽ, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവസാനത്തെ 10 മിനിറ്റിൽ നമ്മളൊരു മാരത്തോൺ ഓട്ടമാണ്, ശരിക്കൊരു മാരത്തോൺ ഓട്ടമാണ് അവസാനത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത്. ആ മാരത്തോൺ ഓട്ടം നമ്മൾ ആദ്യത്തെ 10 ദിവസമാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ, ഒരു മാസത്തെ ടൂർ പ്ലാനിൽ ആദ്യത്തെ 10-15 ദിവസം ആ മാരത്തോൺ ഓട്ടം ഓടിയ ഒരു പക്ഷേ നമുക്ക് അവസാനം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അത് നിലനിർത്താനും കഴിയും. ആ മൈൻഡ് സെറ്റ് നമുക്ക് നിലനിർത്താൻ പറ്റും. അതേ വർക്കിലൂടെ അവസാനം വരെ പോകാൻ കഴിയും. ഇതൊക്കെ ഞാൻ പറയുമ്പോഴേ ഇതൊക്കെ വലിയ വലിയ കമ്പനികൾക്കല്ലേ, കോർപ്പറേറ്റ് കമ്പനികൾക്കല്ലേ, നമ്മളെ പോലെ ചെറിയ ഒരു ഷട്ടറിൽ ബിസിനസ് നടത്തുന്ന നമുക്ക് വേണോ എന്നൊക്കെ ചില നമ്മളെ ഇപ്പം ഇത് കേൾക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവാം. ഇതിനൊന്നും വലിയ പണിയില്ല. പക്ഷെ ഇതൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി. നമ്മൾ നടത്തുന്ന സ്ട്രഗിൾ ഉണ്ട്. ഇപ്പം ഇത് എഴുതാനല്ലേ ഇപ്പോൾ പറയുമ്പോൾ അത് എഴുതാൻ എത്ര പണിയുണ്ട്, അതെങ്ങനെയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ ഉണ്ടല്ലോ, അതിൻ്റെ 10-1 പോലും ഇതിനു വേണ്ടി എടുക്കേണ്ടതില്ല. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിളൊന്നും നമ്മൾ ഇനി ചെയ്യേണ്ടതുമില്ല. നമുക്ക് മൈൻഡ്ഫുൾ കാംനെസ് ബിസിനസ്, അല്ലെ, സ്മൈൽ ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണല്ലോ ഈ ബിസിനസ് സ്മൈൽ ടോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവരും ഈ സ്മൈലിലേക്ക് വരണം എന്നതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്കത് എഴുതിയിട്ടില്ലെങ്കിൽ, എഴുതി കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇല്ലെങ്കിലും ആ ബിസിനസ് റൺ ചെയ്യും. അവിടെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ റൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ നമ്മളുടെ മനസ്സിലാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്ലാൻ ഇല്ല. ഡൗൺ ആയി കഴിഞ്ഞാൽ ഇയാൾ തന്നെ കടന്ന് ബുദ്ധിമുട്ടണം. അതെ, ഇപ്പൊ ഇയാൾ ബുദ്ധിമുട്ടുമ്പോൾ ഇയാൾ ചിന്തിക്കുന്ന എന്താണ്, ഈവന്മാർക്ക് അവിടെ ഇരുന്ന് കസാലിയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാം, എന്തിനാണ് ഇതൊക്കെ എങ്ങനെ വലിയ വലിയ ബിസിനസ്സിലല്ലേ. ഇല്ലാന്ന്, ഇതൊന്ന് എഴുതി നോക്കണ്ടേ. എഴുതി നോക്കിയാൽ, അവരെഴുതി കഴിഞ്ഞാൽ ഈ ഓട്ടം, ഈ ഫ്രീ നമ്മളെപ്പോലെ ഇവിടെയൊക്കെ വന്നിരിക്കാൻ അവർക്കും പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ഇവിടെയൊക്കെ ഇരിക്കുന്നു? ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ നമ്മളെ ചെറിയ ബിസിനസ്സിലാണെങ്കിലും എഴുതുന്നു, പ്ലാൻ ചെയ്യുന്നു, നമ്മളെ ടീമിലേക്ക് എത്തിക്കുന്നു, ടീമിനെ കൊണ്ട് പലതും കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുന്നു, നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അവർക്ക് എത്ര സർവീസ് നന്നാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ ദിനം പ്രതി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ടൂർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മാനേജേഴ്സ് അവർ ടീമിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, റിവ്യൂ നടത്തുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, അതാത് ദിവസങ്ങളിൽ ഈവനിങ്ങിൽ നമ്മളിത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് വാട്ട് വെൻറ്റ് റൈറ്റ്, ഇന്ന് എന്തൊക്കെ ശരിയായി സംഭവിച്ചു, ഞാൻ പ്ലാൻ ചെയ്തതിൽ എന്തൊക്കെ കാര്യങ്ങളിന്ന് ശരിയായി സംഭവിച്ചു. രണ്ടാമത്തേത്, വാട്ട് വെൻറ്റ് റോങ്, എന്തൊക്കെയാണ് തെറ്റായിട്ട് സംഭവിച്ചത്, എൻ്റെ പ്ലാനിൽ നിന്ന് വിപരീതമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൈകൊണ്ടുപോയി, എന്തൊക്കെയാണ് അപ്രതീക്ഷിതമായിട്ട് വന്നത്, എന്തൊക്കെയാണ് ഞാൻ അതിൽ നിന്ന് വിപരീതമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. ആൻഡ് വാട്ട് നീഡ്സ് ടു ബി കറക്റ്റഡ്. ഈ തെറ്റായിട്ട് വന്ന എല്ലാം തന്നെ നമുക്ക് അഡ്രസ് ചെയ്യണമെന്നില്ല. അപ്പോൾ വാട്ട് നീഡ്സ് ടു ബി കറക്റ്റഡ് ഓർ ഇംപ്രൂവ് ചെയ്യാണ്. ഇത് 3 നമ്മൾ എവറി ഡേ പ്ലാനിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൊവൈസേഷൻ സക്സസിലേക്ക് എത്താം. അതായത് റോഡിൽ നിന്ന് ഒന്ന് പാത്തിൽ നിന്ന് അല്ലെങ്കിൽ റെയിലിൽ നിന്ന് ഒന്ന് ട്രാക്ക് മാറുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് ആ ട്രാക്കിലേക്ക് തന്നെ കയറ്റാൻ കഴിഞ്ഞാൽ നന്നായിട്ട് ദിവസവും ഈ 3 റിവ്യൂസ് നടന്നേ, വാട്ട് വെൻറ്റ് റൈറ്റ്, വാട്ട് വെൻറ്റ് റോങ്, വാട്ട് നീഡ്സ് ടു ബി കറക്റ്റഡ്. ഇത് 3 നമ്മളൊന്ന് ചെയ്യണം. അല്ലെങ്കിൽ മാനേജേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ റിപ്പോർട്ട്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കൊണ്ടുകൊണ്ടുവരും. ഇതെല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ. അതെ, ഞങ്ങൾ സ്മൈൽ ടാക്സ്, താങ്ക് യു ഫ്രം ഹറ്റ.